പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ വ്യാപക മർദ്ദവും ത്രസ്റ്റ് ആൻഡ് പ്രഷർ എന്ന ഭാഗമാണ് ചർച്ച ചെയ്യുക. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ബലവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുക. ബലം എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ മാസ് എന്താണെന്നും വെയിറ്റ് അഥവാ ഭാരം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്, ക്വാണ്ടിറ്റി ഓഫ് എ മാറ്റർ. ഇനി എപ്പോഴാണ് മാസ് വെയിറ്റ് ആവുന്നത്? വെൻ മാസ് ഈസ് അട്രാക്റ്റഡ് ബൈ എർത്ത്. അതായത് മാസ് ഭൂമിയാൽ ആകർഷിക്കപ്പെടുമ്പോഴാണ് അത് വെയിറ്റ് ആയിട്ട് മാറുക. അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഒരു ഫോഴ്സ് തന്നെയാണ്. ഫോഴ്സിന്റെ യൂണിറ്റ് നമ്മൾ എന്താണ് പഠിച്ചിട്ടുണ്ടല്ലോ, ന്യൂട്ടനാണ്. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ ഞാൻ ഇനി ത്രസ്റ്റ് അഥവാ വ്യാപക മർദ്ദം എന്താണെന്നാണ് പറയാൻ പോവുക. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ എൻ്റെ കയ്യിൽ ഒരു ഇഷ്ടികയുണ്ട്, ഒരു ബ്രിക്ക് ഇഷ്ടികയുണ്ട്. ഇത് റെക്ടാങ്കിൾ, ഇഷ്ടികയുടെ ഷേപ്പ് നിങ്ങൾക്കറിയാം, റെക്ടാങ്കിൾ ചതുരാകൃതിയിൽ ഇരിക്കുന്ന ഇഷ്ടിക. ഈ ഇഷ്ടികയുടെ ഭാരം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഭാരം എന്ന് പറയുന്നത്, ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് 2000 ഗ്രാമാണ്. ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നതാണ് 2000 ഗ്രാം ആണുള്ളത്. അപ്പൊ ഇതിന്റെ ഭാരം 2000 ഗ്രാമാണ്. നമ്മൾ ഭാരം എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചു? ഫോഴ്സ് അഥവാ ബലമാണെന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞു. ഇനി ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പൊ നമ്മൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇഷ്ടികയുടെ ഭാരം എന്ന് പറയുന്നത് 2000 ഗ്രാം ആണ്. അപ്പൊ അത് നമ്മൾ ബലത്തിന്റെ യൂണിറ്റ് ആയ ന്യൂട്ടണിലേക്ക് ഒന്ന് മാറ്റണം. അതിനായിട്ട് ചെറിയൊരു മാർഗമുണ്ട്. നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. 1 ഗ്രാം എന്ന് പറയുന്നത് 0.0098 ന്യൂട്ടണ് തുല്യമാണ്. 1 ഗ്രാം എന്ന് പറയുന്നത് 0.0098 ന്യൂട്ടൺ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഭാരം എന്ന് പറയുന്നത് 2000 ഗ്രാം ആണ്. അപ്പൊ 2000 ഗ്രാമിനെ നമ്മൾ ന്യൂട്ടണിലേക്ക് മാറ്റുമ്പോൾ 2000 × 0.0098, അതായത് ഏകദേശം 19.6. അത് നമ്മൾ 20 ന്യൂട്ടണായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഇഷ്ടികയുടെ ഭാരം എന്ന് പറയുന്നത് ന്യൂട്ടണിൽ പറയുമ്പോൾ എത്രയുണ്ട്? 20 ന്യൂട്ടണാണ്. ഇനി ഈ ഇഷ്ടിക നമ്മൾ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ അല്ലെങ്കിൽ ഒരു സർഫസിൽ വെക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് കഴിയുമ്പോൾ നോർമലായി വെക്കുക, ലംബം ഇങ്ങനെ കൊണ്ടുപോയി വെക്കുക. ഇങ്ങനെ കൊണ്ടുപോയി വെച്ച് കഴിയുമ്പോഴത്തേനും ഈ വസ്തുവിന്റെ വെയിറ്റ്, അത് നമ്മൾ വിളിക്കുക ഫോഴ്സ്, നോർമലായിട്ട് നേരെ താഴത്തേക്ക് ആ പ്രതലത്തിൽ അനുഭവപ്പെടും. അപ്പൊ ഈ പ്രതലത്തിൽ ഈ വസ്തു പ്രയോഗിക്കുന്ന ബലം, നോർമൽ ഫോഴ്സ് എന്ന് പറയുന്ന ആകെ, അതായത് ഈ പ്രതലത്തിൽ ആകെ അനുഭവപ്പെടുന്ന ഈ നോർമൽ ഫോഴ്സിനെ, ആകെ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? ത്രസ്റ്റ് അഥവാ വ്യാപക മർദ്ദം എന്ന് വിളിക്കുക. ഇപ്പൊ ഞാനെടുത്തത് ഇത് ഒരു പുസ്തകമാണ്. ഈ പുസ്തകം ആയ സർഫസിൽ ഞാൻ ഈ ഇഷ്ടിക കൊണ്ടുപോയി വെക്കുവാണ്. അപ്പൊ ഈ ഇഷ്ടികയുടെ ഭാരമാണ് ഇവിടെ ഈ പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് അഥവാ ബലം എന്ന് പറയുക. അപ്പൊ ഈ ഇഷ്ടിക ഇതിൽ പ്രയോഗിക്കുന്ന നോർമൽ ഫോഴ്സ്, നേരെ താഴത്തേക്ക് പ്രയോഗിക്കുന്ന ആകെ എന്തുമാത്രം ആ വസ്തുവിന്റെ ഭാരമാണ് എപ്പോഴും നമ്മൾ എന്തായിട്ട് എടുക്കുക? ത്രസ്റ്റ് ആയിട്ട് എടുക്കുക. ഇതിൽ ഒരിക്കലും മാറ്റില്ല. ഇഷ്ടിക നമുക്ക് എങ്ങനെ വെച്ചാലും, ഇങ്ങനെ ക്ഷയിച്ചു വെച്ചാലും ചിരിച്ചു വെച്ചാലും കിടത്തിയിട്ടാലും എല്ലാം ഈ വസ്തുവിന്റെ വെയിറ്റ് മൊത്തം ഈ പ്രതലത്തിൽ അനുഭവപ്പെടുകയാണ്. അപ്പൊ ഈ പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലം, ആകെ വെയിറ്റ്, അത് എപ്പോഴും ഒന്ന് തന്നെയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ത്രസ്റ്റ് എന്ന് വിളിക്കുക. ഇനി നോക്കിയേ, ഈ ഇഷ്ടിക ഇങ്ങനെയാണ് വെച്ചിരിക്കുക. ഈ ഇഷ്ടികയുടെ ഈ വീതി കൂടിയ വശം ഇങ്ങനെ നിലത്ത് ഈ പ്രതലത്തിൽ മുട്ടിയിരിക്കണം. അപ്പം ഈ ഇത്രയും സ്ഥലത്താണ് വസ്തുവിന്റെ വെയിറ്റ് ഈ പ്രതലത്തിൽ അനുഭവപ്പെടുന്നത്. ഇനി നമ്മൾ ഈ പ്രതലത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ പ്രതലം യൂണിറ്റ് വിസ്തീർണത്തിൽ നമ്മുടെ ഈ താഴെ വെച്ചിരിക്കുന്ന സർഫസിൽ പ്രയോഗിക്കുന്ന ബലം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് ഈ ഇഷ്ടികയെ ഈ പ്രതലത്തിൽ ടച്ച് ചെയ്തിരിക്കുന്ന അത്രയും, തൊട്ടിരിക്കുന്ന അത്രയും സ്ഥലത്തെ ഏരിയ,
ഇപ്പൊ ഇത് റെക്ടാങ്കിൾ ഷേപ്പാണ്. റെക്ടാങ്കിൾ ആകുമ്പോൾ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ആ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ പ്രതലത്തിൽ 1 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ യൂണിറ്റ് വിസ്തീർണത്തിൽ അനുഭവപ്പെടുന്ന എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ബലം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ യൂണിറ്റ് വിസ്തീർണത്തിൽ ഒരു പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രഷർ എന്ന് വിളിക്കുക. പ്രഷർ അഥവാ മർദ്ദം. അപ്പം ഈ ഇഷ്ടിക നമുക്കിത് വെച്ചൊരു പരീക്ഷ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഈ ഇഷ്ടികയുടെ 1 സെന്റിമീറ്റർ സ്ക്വയർ ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ, ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും ഈ ഏരിയ കണ്ടുപിടിച്ചിട്ട് അപ്പൊ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. അതായത് ഇഷ്ടികയുടെ പ്രതലം ഇതുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന അത്രയും ഏരിയ കണ്ടുപിടിക്കുക. നമുക്കറിയാവുന്ന ആകെ ഫോഴ്സ് നമുക്കറിയാം. ആ ഫോഴ്സിനെ എന്തുകൊണ്ട് ഹരിക്കുക? ഈ ഏരിയ ഇവിടെ ടച്ച് ചെയ്തിരിക്കുന്ന ഏരിയ കൊണ്ട് ഹരിക്കുക. യൂണിറ്റ് വിസ്തീർണത്തിൽ അനുഭവപ്പെടുന്ന എന്ത് കിട്ടും? ബലം കിട്ടും. അപ്പൊ ഏതൊരു പ്രതലവും ഏതെങ്കിലും ഒരു പ്രതലത്തിൽ നമ്മൾ ടച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, അപ്പം അത് എങ്ങനെയാണ് വെക്കുന്നത്, അത് വെക്കുന്നതനുസരിച്ച് ആ ഏരിയ കണ്ടുപിടിക്കുക. എന്നിട്ട് ആകെ ഫോഴ്സ്, അതായത് വ്യാപക മർദ്ദമാണ്, അത് നമ്മൾ ത്രസ്റ്റ് എന്ന് വിളിക്കുക. ആ ത്രസ്റ്റിനെ ഈ ടച്ച് ചെയ്തിരിക്കുന്ന ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യൂണിറ്റ് ഏരിയയിൽ, അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മീറ്ററിലാണ് എടുക്കുന്നതെങ്കിൽ 1 മീറ്റർ സ്ക്വയർ സ്ഥലത്ത് ഈ ഇഷ്ടിക പ്രയോഗിക്കുന്ന ബലം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ യൂണിറ്റ് ഏരിയയിൽ പ്രയോഗിക്കപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്രഷർ എന്ന് വിളിക്കുക. ത്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നോർമൽ ഫോഴ്സ്, ആകെ പ്രയോഗിക്കുന്ന ബലം. ആകെ പ്രയോഗിക്കുന്ന ബലത്തെ ആ ബലം പ്രയോഗിച്ച ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യൂണിറ്റ് ഏരിയയിൽ പ്രയോഗിക്കുന്ന ബലം കിട്ടും. ആ യൂണിറ്റ് ഏരിയയിൽ പ്രയോഗിക്കുന്ന ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രഷർ അഥവാ മർദ്ദം എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ഇനി ഇവിടെ ഒരു പരീക്ഷണം ചെയ്യാൻ പോകുന്നത്, ഇത് ഈ ഇഷ്ടിക എങ്ങനെ വെക്കുമ്പോഴാണ് പ്രഷർ കൂടുതൽ അല്ലെങ്കിൽ പ്രഷർ കുറവ് ഈ സർഫസിൽ അനുഭവപ്പെടുക. ആദ്യം നമ്മൾ ഈ ഇഷ്ടിക ഇങ്ങനെയാണ്, പല രീതിയിൽ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, ഇങ്ങനെ കുത്തി വെക്കാം. നോർമൽ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ നോർമലായിട്ട് വെക്കുക എന്ന് പറയും, അതായത് കുത്തനെ വെക്കുക എന്ന് പറയും. ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് വെക്കുക എന്ന് പറയും. ഇങ്ങനെ വെക്കുവാണെങ്കിൽ അതിൽ ഏറ്റവും പരപ്പളവ് കൂടിയ വശം ഈ സർഫസിൽ ടച്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ വെക്കുക. അപ്പൊ എങ്ങനെ വെച്ചാലും ടോട്ടൽ നോർമൽ ഫോഴ്സ്, അതായത് ഏതാണ്? ത്രസ്റ്റ് എപ്പോഴും തുല്യമാണ്, പക്ഷെ ടച്ച് ചെയ്യുന്ന ഏരിയ വ്യത്യാസമുണ്ട്. ആ ഏരിയ കണക്കാക്കിയിട്ട് നമ്മൾ എങ്ങനെ വെക്കുമ്പോഴാണ് കൂടുതൽ ഫോഴ്സ് ഈ പ്രതലത്തിൽ അനുഭവപ്പെടുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് നമുക്ക് പോവുക. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഈ ഇഷ്ടികയുടെ നീളം ഞാൻ സ്കെയിൽ വെച്ച് അളക്കാൻ പോവാണ്. ഈ ഇഷ്ടികയുടെ നീളം ഞാൻ അളന്നതാണ്, 20 സെന്റിമീറ്റർ ആണ് ഉള്ളത്. ലെങ്ത് എന്ന് പറയുന്നതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ലെങ്ത് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. ഇനി ഇതിന്റെ വീതി എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്, അതായത് ഈ ഉയരം, ഇങ്ങനെയാണ് നമ്മൾ ഉയരം കണക്കാക്കുക. ഈ ഉയരം എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ 20 ലെങ്ത്, 10 ബ്രെഡ്ത്ത്, ഹൈറ്റ് 5 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ഇഷ്ടിക വെക്കുന്നതനുസരിച്ച് ലെങ്തും ബ്രെഡ്ത്തും, നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ലെങ്തും ബ്രെഡ്ത്തും ആണുള്ളത്. ആ വെക്കുന്നതനുസരിച്ച് ലെങ്തും ബ്രെഡ്ത്തും വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ ആണ് വെക്കുന്നതെങ്കിൽ ഇത് ടച്ച് ചെയ്തിരിക്കുന്ന ഇവിടെ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏതാണ് വരിക? ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ് ലെങ്ത്, അതായത് 5 സെന്റിമീറ്റർ. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ. നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് 5, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 10. ഇനി ഇത് ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിലോ ലെങ്ത് എന്ന് പറയുന്നത് എത്ര വരും? 5, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 20. അങ്ങനെ പല രീതിയിലാണ് നമ്മൾ വെക്കുന്നതനുസരിച്ച് ലെങ്തും ബ്രെഡ്ത്തും മാറി വരും. അപ്പൊ അതനുസരിച്ച് നമ്മൾ യൂണിറ്റ് ഏരിയയിൽ ഈ ഇഷ്ടിക, ഈ പുസ്തകം അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും പ്രതലം, നമ്മളിപ്പോൾ ഇത് വെച്ച്
നമ്മളൊരു കുമ്മായപ്പൊടിയിൽ ഈ ഇഷ്ടിക വെച്ചുകൊണ്ടാണ് ഈ പരീക്ഷണം ചെയ്യുക. അപ്പോൾ ഇത് ഇപ്പോഴും നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാനുണ്ട്. നമ്മൾ ഏരിയ കണ്ടുപിടിക്കും, അപ്പോൾ നമ്മൾ അതനുസരിച്ച് പ്രഷർ കണ്ടുപിടിക്കും, ഫോഴ്സ് ബൈ ഏരിയ കണ്ടുപിടിക്കും. ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്നതാണ് പ്രഷർ. അപ്പോൾ ഏരിയയും ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ആണ്, അതെപ്പോഴും തുല്യമാണ്. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 20 ന്യൂട്ടൺ ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഓരോ പൊസിഷനിൽ വെക്കുമ്പോഴുണ്ടാകുന്ന എന്തും കൂടി കണ്ടുപിടിക്കും, ആ കുമ്മായപ്പൊടിയിൽ ഉണ്ടാകുന്ന ആഴം അതും കൂടി നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്കിത് ഒരു പരീക്ഷണം ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു പലകപ്പുറത്ത് കുറച്ച് കുമ്മായപ്പൊടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അത് നമ്മൾ നേരത്തെ കാണിച്ച 2000 ഗ്രാം മാസുള്ള ഇഷ്ടിക നമ്മൾ 3 രീതിയിൽ ഈ കുമ്മായപ്പൊടിയിൽ വെക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഉണ്ടാകുന്ന ആ ഇഷ്ടിക മൂലം ഈ കുമ്മായത്തിൻ്റെ ഈ പ്ലെയിനേൽ അനുഭവപ്പെടുന്ന മർദ്ദം നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അത് നമ്മുടെ പുസ്തകത്തിലെ ഒരു പരീക്ഷണം തന്നെയാണിത്. നമുക്ക് ആദ്യം ഇത് ഇങ്ങനെ കുത്തനെ നിർത്താം. കുത്തനെ എന്ന് പറഞ്ഞാൽ നോർമൽ. നമ്മൾ ഈ കുമ്മായപ്പൊടിയിൽ നോർമലായിട്ട് വെക്കുകയാണ്. ഇതിപ്പോൾ ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്, നോർമലായിട്ട് വെച്ചു. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, ഇതാണ് ഇതിൻ്റെ ലെങ്ത് ആയിട്ട് വരിക. ഈ ലെങ്ത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ് ഈ ലെങ്ത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്രെഡ്ത്ത് ആയിട്ട് വരിക. ഈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ ഇത് ബ്രെഡ്ത്ത്, ഇത് ലെങ്ത്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് നമുക്ക് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഇഷ്ടിക ഇപ്പോൾ ഈ കുമ്മായപ്പൊടിയിൽ വെച്ചിരിക്കുമ്പോഴുണ്ടാവുന്ന ഏരിയ കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താണ് നമ്മുടെ ഉദ്ദേശം എന്താണ്? ഈ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് ഏരിയയിൽ ഈ ഇഷ്ടിക പ്രയോഗിക്കുന്ന ബലം, ടോട്ടൽ നോർമൽ ഫോഴ്സ്, അതായത് ത്രസ്റ്റ് നമുക്കറിയാം എത്രയാണ്, അതിൻ്റെ 200 ന്യൂട്ടൺ ആണെന്ന് നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാരമാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഓരോ രീതിയിൽ വെച്ച് കഴിയുമ്പോഴും ഈ യൂണിറ്റ് ഏരിയയിൽ എന്തുമാത്രം ഫോഴ്സ് അനുഭവപ്പെടും, അതിനെയാണ് നമ്മൾ പ്രഷർ എന്ന് വിളിക്കുക. അപ്പോൾ എപ്പോഴാണ് പ്രഷർ കൂടുതൽ, എപ്പോഴാണ് പ്രഷർ കുറവ്? ഏരിയ കൂടുമ്പോഴാണോ, ഏരിയ കുറയുമ്പോഴാണോ? അതായത് സർഫസുമായി ടച്ച് ചെയ്യുമ്പോഴുള്ള ഏരിയ കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ ഏരിയ പ്രഷർ കൂടുതലെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക. അപ്പം നമ്മളിങ്ങനെയാണ് വെച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും പിടി കിട്ടിയല്ലോ. ലെങ്ത് 10 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 5 സെൻറ്റിമീറ്റർ ആണ്. നമ്മളിങ്ങനെ കുത്തനെ അല്ലെങ്കിൽ നോർമലായിട്ട് വെച്ചിരിക്കുന്നു. ഇനി നമ്മളിതൊന്ന് മാറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ആ കുമ്മായപ്പൊടിയിലുണ്ടായിരുന്ന ആഴം അത് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. നോക്കിക്കേ, ആഴം ഇതാണ് കുമ്മായപ്പൊടിയിലുണ്ടായ ആഴം. ഇനി നമ്മൾ ഇത് നമ്മൾ ലെവലാക്കുവാണ്, വീണ്ടും ഒന്നുകൂടെ ലെവലാക്കുവാണ്. ഇനി നമ്മൾ വേറൊരു രീതി, രണ്ടാമത്തെ രീതി വെക്കാൻ പോകണം. അതായത് നമ്മൾ ഇത്ര നേരം വെച്ചത് നോർമലായിട്ടാണ്. ഇനി നമ്മൾ ഹൊറിസോണ്ടലായിട്ട് വെക്കാൻ പോവുകയാണ്. ഹൊറിസോണ്ടലായിട്ട് വെക്കുമ്പോൾ അന്നേരം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഈ പ്രഷർ കണ്ടുപിടിക്കും. അതായത് ഇങ്ങനെ വെക്കുവാണ്, ഹൊറിസോണ്ടലായി വെക്കുമ്പോഴത്തേനും നോക്കിയേ, ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. 20ഉം 5ഉം ലെങ്ത്. അതായത് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ വെക്കുക? ഹൊറിസോണ്ടൽ. നമ്മൾ ഇഷ്ടിക ഹൊറിസോണ്ടലായിട്ട് വെച്ചിരിക്കുന്നു, അതായത് വിലങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പോഴുണ്ടാകുന്ന ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഏതറിയാം? ത്രസ്റ്റ് അറിയാം, അതായത് വ്യാപകമർദ്ദം അറിയാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലം, അതിന് നമ്മൾ പ്രഷർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ രണ്ടാമത്തെ രീതി അങ്ങനെയാണ്. ഇനി നമ്മൾ ഇഷ്ടികമായി നോക്കുമ്പോൾ അതിൻ്റെ ആഴം ഒന്ന് നോക്കുക. ഉണ്ടോ? ആദ്യത്തെ ആഴം കുറവാണ്. ഇനി നമ്മൾ ഈ ഇഷ്ടിക എങ്ങനെ വെക്കുവാണ്? നമ്മൾ 2 രീതിയിൽ വെച്ചു, നോർമലും വെച്ചു, വിലങ്ങനെയും വെച്ചു. ഇനി നമ്മൾ അതിൻ്റെ ഏറ്റവും വീതി കൂടിയ ഭാഗം, ഇങ്ങനെ ആ ഇഷ്ടികയുടെ ഏറ്റവും വീതി കൂടിയ ഭാഗം ഈ കുമ്മായപ്പൊടിയിൽ ടച്ച് ചെയ്ത രീതിയിൽ നമ്മൾ വെക്കാൻ പോവുകയാണ്. അതായത് ഇങ്ങനെ വെക്കണം. അപ്പോൾ നോക്കിക്കേ, നമ്മളിങ്ങനെ വെച്ചു. അപ്പോൾ ഇവിടെ ടച്ച് ചെയ്യുന്ന
ഏരിയ, അതായത് ഈ ഇഷ്ടിക ഇപ്പോൾ ഈ കുമ്മായപ്പൊടി ടച്ച് ചെയ്യുമ്പോഴുള്ള ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെയുള്ള ലെങ്ത് എത്രയാണ്? 20 സെൻറ്റിമീറ്ററാണ്. നമ്മളിങ്ങനെ കടത്തിയിട്ട് ഏറ്റവും വീതി കൂടിയ ഭാഗം അത് മുട്ടിയിരിക്കുന്ന രീതിയിലാണ് വെച്ചിരിക്കുക. ബ്രോഡ് ഏരിയ ഈ കുമ്മായപ്പൊടിയിൽ മുട്ടിയിരിക്കുന്ന രീതിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോഴത്തെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം 20 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ ഇഷ്ടിക മാറ്റി താഴത്തേക്ക് നോക്കുമ്പോൾ നോക്കുക, ഇവിടെ ആ പൊടി ഏറ്റവും കുറവാണ്. അതായത് ഏറ്റവും ആദ്യം കുത്തനെ വെച്ചപ്പോൾ ഏറ്റവും കൂടിയിരുന്നു, ഹൊറിസോണ്ടലായിട്ട് വെച്ചപ്പോഴത്തേനും വിലങ്ങനെ വെച്ചപ്പോഴത്തേനും അല്പം കൂടി കുഴി കുറവാണ്. ഏറ്റവും കുറവ് നമ്മൾ ബ്രോഡ് സൈഡ് ഏറ്റവും വീതി കൂടിയ വശം ഇങ്ങനെ മുട്ടിച്ച് വെച്ചപ്പോൾ ഇത് ഏറ്റവും കുറവാണ്. അതായത് കുഴിയുടെ അളവ് ഏറ്റവും കുറവാണ്. ഇത് നമുക്ക് ഈ ഓരോ പ്രാവശ്യം നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം. ലെങ്തും ബ്രെഡ്ത്തും അറിയാമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം. ഇനി അത് ഉപയോഗിച്ച് ഈ 3 പൊസിഷനിൽ വെച്ചപ്പോഴും, അതായത് നോർമൽ, ഹൊറിസോണ്ടൽ ആൻഡ് ബ്രോഡ് സൈഡ് ടച്ച് ചെയ്ത് വെച്ചിരിക്കുക. അതായത് നമ്മൾ കുത്തനെ, വിലങ്ങനെ, വീതി കൂടിയ വശം, ഇത് 3ഉം ടച്ച് ചെയ്ത് വെച്ച് കഴിയുമ്പോഴുണ്ടാകുന്ന ഓരോ സമയത്തെയും പ്രഷർ കണ്ടുപിടിക്കുകയാണ്. അത് ഏത് സമയത്താണ് കൂടുതൽ പ്രഷർ, ഏരിയ കൂടുമ്പോഴാണോ ഏരിയ കുറയുമ്പോഴാണോ പ്രഷർ കൂടുതലെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത പരീക്ഷണം വെച്ച് നമുക്ക് ഒരു ടേബിള് പൂർത്തിയാക്കി നമുക്ക് ഓരോ സമയത്തും ആ ഇഷ്ടിക പ്രയോഗിച്ച പ്രഷർ, മർദ്ദം ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് 139 ടേബിളിൽ ആണ് ഇത്. ആ ടേബിളിൽ വെച്ചാണ്, ആ ടേബിളിൽ എഴുതി നമ്മൾ ഇതിന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടിക വെക്കുന്ന രീതിയാണ്. നമ്മൾ ആദ്യം നോർമൽ കുത്തനെ വെച്ചു. എങ്ങനെ വെച്ചു? ഇഷ്ടിക നമ്മൾ ഇങ്ങനെ വെച്ചു, കുത്തനെ വെക്കുക. ആ കുത്തനെ വെക്കുമ്പോൾ നമുക്കറിയാം ആ കുമ്മായത്തിൽ ഉള്ള കുഴി ഏറ്റവും കൂടുതലുള്ള ആഴം ഉണ്ടായിരുന്നു. കുഴി ഏറ്റവും കൂടുതൽ നമ്മളത് ഇപ്പോഴാണ് എഴുതുന്നത്. ഏറ്റവും കൂടുതൽ കുത്തനെ വെക്കുമ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ ആഴം ഉണ്ടായിരുന്നു. ഇനി വെയിറ്റ് അഥവാ ഫോഴ്സ്, അതായത് ആ ഇഷ്ടികയുടെ ഭാരമാണ്. ആ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2000 ഗ്രാം ആയിരുന്നു. 2000 ഗ്രാമിനെ നമ്മൾ ന്യൂട്ടണിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് 20 ന്യൂട്ടൺ കിട്ടി. അപ്പോൾ എപ്പോഴും ടോട്ടൽ നോർമൽ ഫോഴ്സ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രസ്റ്റ് എന്ന് പറയുന്നത്. അതെപ്പോഴും 20 ന്യൂട്ടണാണ്. അതെങ്ങനെ വെച്ചാലും 20 ന്യൂട്ടൺ തന്നെയാണ്. ഇനി നമ്മളിങ്ങനെ കുത്തനെ വെച്ചപ്പോഴുള്ള ഏരിയ ഓഫ് കോണ്ടാക്ട്, നമ്മുടെ കുമ്മായവുമായി സമ്പർക്കത്തിൽ വന്ന ഏരിയ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലെങ്തും ബ്രെഡ്ത്തും, റെക്ടാങ്കിൾ ഷേപ്പ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ലെങ്തും ബ്രെഡ്ത്തും കൊണ്ട് ഗുണിക്കണം. ലെങ്ത് എന്ന് പറയുന്നത് 10, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5. അപ്പം 2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 10 × 5 50 സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ നമ്മൾ ഫോഴ്സ് ന്യൂട്ടൺ ആയതുകൊണ്ട്, SI സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം. അപ്പോൾ 50 സെന്റിമീറ്റർ സ്ക്വയറിനെ 10,000 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് 0.005 മീറ്റർ സ്ക്വയർ ആണ്. അപ്പം സമ്പർക്കത്തിൽ വരുന്ന ഏരിയ ഓഫ് കോണ്ടാക്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താ പ്രഷറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്രഷർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടോട്ടൽ നോർമൽ ഫോഴ്സ് അഥവാ ത്രസ്റ്റിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യൂണിറ്റ് ഏരിയയിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്രഷർ എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് ഫോഴ്സിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മുടെ പ്രഷറിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ എഴുതിയിരിക്കുന്നതാണ് പ്രഷറിന്റെ യൂണിറ്റ്. ഇതിനെ പാസ്കൽ എന്ന ഒരു പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രഷറിന് 2 യൂണിറ്റ് ഉണ്ട്. ഒന്നുകിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എഴുതുക, അല്ലെങ്കിൽ പാസ്കൽ എന്ന് എഴുതുക. അപ്പോൾ നമ്മൾ ഹരിച്ചു നോക്കുകയാണ്, പ്രഷർ കണ്ടുപിടിക്കുകയാണ്. പ്രഷർ P = ഫോഴ്സ് എന്ന് പറയുന്നത് 20, ഏരിയ എന്ന് പറയുന്നത് 0.005. നമ്മൾ ഹരിക്കുമ്പോൾ 4000 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ ഇഷ്ടിക ഹൊറിസോണ്ടൽ വിലങ്ങനെ വെച്ചു. അതായത് നമ്മൾ ഇഷ്ടിക ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഉണ്ടായ ആഴം, ആദ്യം ഉണ്ടായ ആഴം അല്പം കുറവാണ്. ഫോഴ്സിന്, അതായത് വെയിറ്റ്, അതായത് ത്രസ്റ്റ്, അതിന് വ്യത്യാസമില്ല, 20 ന്യൂട്ടൺ തന്നെയാണ്. ഈ ഏരിയ ഓഫ് കോണ്ടാക്ട്, സമ്പർക്കത്തിൽ വരുന്ന ഏരിയയുടെ ലെങ്തിനും ബ്രെഡ്ത്തിനും വ്യത്യാസമാണ്. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ
ഇഷ്ടിക ഇങ്ങനെയാണ് വെച്ചിരിക്കുക. ലെങ്ത് എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ വശം, അതായത് 20 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. അപ്പം അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 20 × 5 100 സെന്റിമീറ്റർ സ്ക്വയർ. ഈ സെന്റിമീറ്റർ സ്ക്വയറിനെ നമ്മൾ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാനായിട്ട് 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 100നെ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.01 മീറ്റർ സ്ക്വയർ. അപ്പൊ ഇങ്ങനെ വിലങ്ങനെ വെച്ച് കഴിയുമ്പോഴുള്ള നമ്മുടെ പ്രഷർ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നമുക്ക് 20 ഫോഴ്സ് എപ്പോഴും തുല്യമാണ് 20 ഡിവൈഡഡ് ബൈ ഏരിയ 0.01. നമുക്ക് എത്ര കിട്ടും? 2000 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ 0.005, ഇവിടെ നമുക്ക് 0.01. ഏരിയ കൂടി, ഏരിയ കൂടിയപ്പോഴത്തേനും പ്രഷർ കുറഞ്ഞു. ഇവിടെ 4000 ആയിരുന്നു, ഇവിടെ 2000 ആയി. ഇനി മൂന്നാമത്തെ പൊസിഷൻ നമ്മൾ ഇഷ്ടിക ഏറ്റവും വീതി കൂടിയ വശം കുമായത്തെ ടച്ച് ചെയ്ത രീതി നമ്മൾ ഇങ്ങനെയാണ് വെച്ചത്. അപ്പൊ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നോക്കുക, നമുക്ക് ആഴം ഏറ്റവും കുറവ്, അതായത് നമ്മൾ കുത്തനെ വെച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ബ്രോഡ് ഏറ്റവും വീതി കൂടിയ വശം ഇഷ്ടികയിൽ ടച്ച് ചെയ്ത് വെച്ചപ്പോൾ വളരെ കുറവ്, ഏറ്റവും കുറവ് ആഴമുണ്ടായത് ഇങ്ങനെ വെച്ചപ്പോഴാണ്. ഇനി നമ്മൾ ഫോഴ്സ് അഥവാ ത്രസ്റ്റ് 20 ന്യൂട്ടൺ തന്നെ, അതിനൊരു വ്യത്യാസവും ഇല്ല. പക്ഷെ ഏരിയ ഓഫ് കോണ്ടാക്ട്, സമ്പർക്കത്തിൽ വരുന്ന ഇഷ്ടികയുടെ പ്രതലത്തിന്റെ ഏരിയയ്ക്ക് വ്യത്യാസമാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് 20 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 10 സെന്റിമീറ്ററുമാണ്. അപ്പൊ ഏരിയ എത്രയായി? 200 സെന്റിമീറ്റർ സ്ക്വയർ ആയി. 200 സെന്റിമീറ്റർ സ്ക്വയറിനെ നമ്മൾ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ 200 ബൈ 10,000, 200 ബൈ 10,000 സമം 0.02 മീറ്റർ സ്ക്വയർ. ഇവിടെ 0.01, ആദ്യം 0.005, 0.01, ഇവിടെ വന്നപ്പോൾ 0.02. ഓരോ പ്രാവശ്യവും ഏരിയ കൂടിക്കൂടി വന്നു. അപ്പൊ നമുക്ക് പ്രഷർ എത്ര കിട്ടി? പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സിന് വ്യത്യാസമില്ല 20, അതായത് ത്രസ്റ്റ് ടോട്ടൽ നോർമൽ ഫോഴ്സ് 20 ഡിവൈഡഡ് ബൈ ഏരിയ 0.02 ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ നമുക്ക് 1000 കിട്ടി. അപ്പൊ നോക്കിയേ, നമ്മൾ നോർമൽ കുത്തനെ വെച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടായത്. നമ്മൾ രണ്ടാമത് വിലങ്ങനെ വെച്ചു, ഹൊറിസോണ്ടലായി വെച്ചപ്പോഴത്തേനും ഏരിയ കൂടി, അപ്പോൾ പ്രഷർ വീണ്ടും കുറഞ്ഞു. പിന്നെ നമ്മൾ ബ്രോഡ് ഏറ്റവും വീതി കൂടിയ വശം ടച്ച് ചെയ്ത് വെച്ചപ്പോൾ ഏരിയ വീണ്ടും കൂടി, അപ്പോൾ പ്രഷർ ഏറ്റവും കുറവ്. അപ്പൊ നമ്മൾ നോക്കിയേ, പ്രഷർ എപ്പോഴും ഏറ്റവും കൂടുതൽ വരുന്നത് എങ്ങനെ വെക്കുമ്പോഴാണ്? ആ ടച്ച് ചെയ്യുന്ന ഏരിയ എന്ത് ചെയ്യണം? ഏറ്റവും കുറഞ്ഞിരിക്കണം. അതായത് ഏരിയ കുറയുമ്പോൾ എന്ത് കൂടും? പ്രഷർ കൂടും. ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയും. അപ്പൊ നമുക്ക് ഏരിയയും പ്രഷറും തമ്മിൽ ബന്ധമുണ്ടെന്ന് നമുക്ക് ഈ ടേബിളിൽ നമ്മൾ ചെയ്ത പരീക്ഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഒന്നുകൂടി ഞാൻ പറയാം. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നോർമൽ ഫോഴ്സ്. അത് ഏത് വസ്തുവാണോ ആ വസ്തു പ്രതലത്തിൽ എങ്ങനെ വെച്ചാലും വസ്തുവിന്റെ ഭാരം, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ അത് എപ്പോഴും ഒരേപോലെയാണ്. പക്ഷെ നമ്മൾ വെക്കുന്ന ഏരിയയുടെ വ്യത്യാസം അനുസരിച്ച് യൂണിറ്റ് വിസ്തീർണത്തിൽ അനുഭവപ്പെടുന്ന എന്തിന് വ്യത്യാസം വരും? ഫോഴ്സിന്റെ വ്യത്യാസം വരും. അതായത് യൂണിറ്റ് വിസ്തീർണത്തിൽ ഒരു പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്രഷർ എന്ന് വിളിക്കുക. അപ്പോൾ പ്രഷർ കണ്ടുപിടിക്കാൻ P=F/A. അതിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അഥവാ വേറൊരു യൂണിറ്റ് കൂടിയുണ്ട്, പാസ്കൽ എന്ന യൂണിറ്റ് കൂടി ഉണ്ട്. അപ്പം പ്രഷർ കണ്ടുപിടിക്കാൻ, പ്രഷറിന്റെ കാര്യം ഓർക്കുക. പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സിനെ, അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ത്രസ്റ്റ് ആണ്, ടോട്ടൽ നോർമൽ ഫോഴ്സ് ആണ്. അതിനെ എവിടെ ഏത് പ്രതലമാണ് ടച്ച് ചെയ്ത പ്രതലത്തിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. P=F/A. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഏരിയ കൂടുമ്പോൾ എന്ത് കുറയും? പ്രഷർ കുറയും. ഏരിയ കുറയുമ്പോൾ പ്രഷർ കൂടും. അപ്പൊ നമുക്ക് ഇത് വെച്ച് പല ആപ്ലിക്കേഷനും ഉണ്ട്. പ്രഷർ കുറയുന്ന അത് നമ്മൾ ഏരിയയായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തി, നൈഫ് എന്തിനാണ് ഇങ്ങനെ കൂർപ്പിച്ച് വെച്ചിരിക്കുന്നത്? അതിൻ്റെ അകത്ത് ഇങ്ങനെ കൂർത്തിരിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് മുറിക്കുമ്പോഴും ഏരിയ കുറവുള്ളതുകൊണ്ട്, ഏരിയ കുറയുമ്പോൾ എന്ത് ചെയ്യും? പ്രഷർ കൂടും, പെട്ടെന്ന് കയറും. ഇപ്പൊ സൂചിയൊക്കെ കൂർപ്പിച്ച് വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സൂചി കൂർപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ? ഏരിയ കുറവാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും പ്രതലത്തിലേക്ക് ഇടുമ്പോൾ ഏരിയ കുറയുമ്പോൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറിന്റെ അളവ് കൂടി വരും. ഇനി നമ്മൾ ഡാമുകളൊക്കെ ഉണ്ട്.
അണക്കെട്ടുകളുടെ അടിഭാഗം വീതി കൂട്ടിയാണ് പണിയുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതിന് കാരണം അവിടെ താഴത്തേക്ക് വരുമ്പോഴത്തേനും പ്രഷർ വീതി കൂടുമ്പോൾ താഴത്തേക്ക് വെള്ളം അണക്കെട്ടിൽ തങ്ങി നിർത്തുമ്പോൾ താഴെയാണ് അതിന്റെ പ്രഷർ വരിക. ആ പ്രഷർ താങ്ങാൻ വേണ്ടിയിട്ട് ഏരിയ കൂട്ടി പണിയും. അപ്പൊ ഏരിയ അല്ലെങ്കിൽ ബേസ് വീതി കൂടിയിരിക്കുമ്പോഴത്തേനും ഏരിയ കൂടുമ്പോൾ എന്ത് പറയും? പ്രഷർ അനുഭവപ്പെടുന്ന പ്രഷർ കുറയും. അതിന് വേണ്ടിയിട്ടാണ് വീതി കൂട്ടി വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ വീടുകളൊക്കെ പണിയുമ്പോഴും ബേസ് കൂടുതൽ വീതി കൂട്ടി വെക്കുന്നതിന് കാരണം ഇതാണ്. നമുക്ക് മൊത്തം വീട് പണിത് കഴിയുമ്പോഴത്തേനും മുകളിലേക്ക് ഒത്തിരി വെയിറ്റ് വരും. ആ വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസ്മെന്റ് കൂടുതൽ രീതിയിൽ പണിയും. അപ്പം ഇതുപോലെ നമ്മൾ ഈ പട്ടാളക്കാരുടെ വാഹനമുണ്ട്, ടാങ്ക് എന്ന് പറയുന്നത്. ഇതൊക്കെ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ടാങ്ക്, അതിന്റെ ടയർ ഇങ്ങനെ ചങ്ങലയൊക്കെ വീതി കൂടിയ ബെൽറ്റ് ഉപയോഗിച്ചാണ് ഉപയോഗിക്കുക. അതായത് ചെളിയിൽ കൂടിയൊക്കെ പോകുമ്പോഴത്തേനും താന്നു പോകാതെ ചെയ്യുകയാണ്. അതായത് വീതി കൂടുമ്പോഴത്തേനും പ്രഷർ കുറയും. അപ്പൊ താന്നു പോവുകയാണ്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചെളിയിൽ കൂടിയൊക്കെ താന്നു പോകാതെ ഓടിച്ച് പോകാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ JCBയുടെ ഒക്കെ ടയർ കണ്ടിട്ടില്ലേ? അത് വീതി കൂടുതലാണ്. അതിന്റെ കാരണം എന്താണ്? വീതി കൂടുമ്പോൾ ആ ഏതെങ്കിലും ഭാഗത്ത് താന്നു പോകാനുള്ള, അതായത് പ്രഷർ കുറയും. അതിന് വേണ്ടിയിട്ട് പ്രഷർ കുറയാൻ വേണ്ടിയിട്ടാണ്. പ്രഷർ കൂടുമ്പോഴാണ് പെട്ടെന്ന് താന്നു പോവുക. അപ്പൊ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഈ പ്രഷറിന്റെ ആ ഐഡിയ, പ്രഷർ എപ്പോഴാണ് കൂടുന്നത് അത് കുറയുന്നത്, അത് നമ്മുടെ പ്രായോഗിക നിത്യ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങളുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കുക. അപ്പം ഇത്രയുമാണ് നമുക്ക് ത്രസ്റ്റ് പ്രഷർ ഭാഗത്തുനിന്ന് പഠിക്കാനുള്ളൂ. നിങ്ങളത് മനസ്സിലാക്കി പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.